എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കേൾക്കാത്തതുകൊണ്ട് കിഴിയിലേക്ക് പോവാം. യെസ്. എന്താണ് അജണ്ട? എന്താണ് പറയൂ. എന്തൊക്കെയൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ടൈല് ഹെഡ് തുടക്കത്തില് അതങ്ങ് തീരുമാനമായിട്ടുണ്ട്. ടോസ് പോയാൽ തന്നെ ഇവൻ ഭയങ്കരമായിട്ട് അങ്ങ് എനിക്ക് ടോസ് കിട്ടിയാൽ മാത്രമേ ഞാൻ വിജയിക്കുള്ളൂ. അല്ലേ നോക്കിക്കോ. ശരി, അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അല്ലാണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ പോന്നോട്ടെ. വിടാമുയർച്ചി. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത് നമ്മുടെ അജിത് കുമാർ നായകനാവുന്ന സിനിമയാണ് വിടാമുയർച്ചി. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. 16+ ആണ് കേട്ടോ. ഓക്കെ, ഇതേ ഒഫീഷ്യൽ പോസ്റ്റർ. സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 6 ഓക്കെ, ഫസ്റ്റ് വൺ. അടുത്തത് വരട്ടെ. നമുക്കും കിട്ടും, പക്ഷേ ഓക്കെ ഇതുപോലുള്ളതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. മേരെ ഹസ്ബൻഡ് കി ബീവി. കൊള്ളല്ലേ, നല്ല പേരാണ്. നല്ല പേരാ. അർജുൻ കപൂർ, രാഹുൽ പ്രീത്. കുട്ടിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തിനാ അറിയണം? അതാ, ഞാൻ എന്തിനാ അറിയണം? ഫീൽഡിലുള്ളവരെ കുറിച്ച് തന്നെ അറിയുന്നില്ല. അപ്പോഴാണോ ഫീൽഡ് ഔട്ട് ആയവരെ കുറിച്ച്? എന്താണെങ്കിലും ഭൂമി പട്നേക്കർ ഒരു 3 പേരും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഫെബ്രുവരി 21 സിനിമ റിലീസിനെത്തുകയാണ്. മുദസർ അസീസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ ബ്രോ, നല്ല കിഡിലൻ പേര്. എനിക്കത് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയാണ്. ഓക്കെ, അടുത്ത കിഴി. ഗുഡ് ബാഡ് അഗ്ലി. വളരെ നല്ലത്, വളരെ ചീത്ത, വളരെ അളിഞ്ഞത്. ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ കന്നഡ, തെലുങ്ക്, കേരള ഡിസ്ട്രിബ്യൂഷൻ. അതായത് കേരള തിയേറ്ററിക്കൽ റൈറ്റ്സും കന്നഡ തിയേറ്ററിക്കൽ റൈറ്റ്സും തെലുങ്ക് തിയേറ്ററിക്കൽ റൈറ്റ്സും നേടിയിരിക്കുന്നത് റോമിയോ പിക്ചേഴ്സ്. കന്നഡ, കേരളം, തമിഴല്ലേ? തമിഴല്ല, തെലുങ്ക്. തെലുങ്ക്, കന്നഡ, തമിഴാണ്. ഇനി എനിക്ക് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ എന്നൊരു ഡൗട്ട്. തമിഴായിരിക്കും. എന്തോ കെട്ടി വെച്ചിട്ടുണ്ട്, എന്താ നോക്കട്ടെ. ഞാനാണ് ഫോൺ എടുത്തില്ല. അതിൽ ചെറിയ ഡൗട്ട് ഉണ്ടേ. അഥവാ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണം, സാധനം ക്ഷമിക്കുക, മാപ്പാക്കണം. അഖിൽ സത്യൻ നിവിൻ പോളി മൂവി. സിനിമ ഒരു പാലക്കാട് ബേസ്ഡ് സ്റ്റോറി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. സിനിമ നടക്കും എന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. സിനിമ നടക്കും. പറഞ്ഞതിലൊരു സംശയമുണ്ട്. അത് നടക്കും എന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് നടക്കാതിരിക്കാൻ സാധ്യത കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് കരുതും. ഓക്കെ, മനസ്സിലായി. അപ്പൊ നടക്കാൻ പോകുന്നു. ഇത് അഖിൽ സത്യന്റെ ഡയറക്ഷനിൽ നിവിൻ പോളി നായകനാവുന്ന സിനിമ സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, അടുത്ത കിഴി. സ്ക്യൂഡ് ഗെയിം 3 വെബ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ജൂൺ 27. ഓക്കെ, ജൂൺ 27. കൊള്ളാം, വരട്ടെ. എന്തായാലും സ്ക്യൂഡ് ഗെയിം 2 ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. അത് എടുത്ത് കാണണമെന്നുണ്ട്. പക്ഷെ പലരും കമന്റ് ചെയ്തു അത് കാണ്, ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ കുറച്ചൊരു സ്ലോ ഉള്ളൂ, പിന്നെ സൂപ്പറാന്നുള്ളത്. പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല, തോന്നിയിട്ടില്ല വരെ. അടുത്തത് പരാശക്തി. എവിടുന്നോ എന്തോ ഒരു ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും പരാശക്തിയിൽ ഉണ്ണി മുകുന്ദൻ ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്ന് പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട്. തമിഴ് ടോക്സ് നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ പോണ്ടിച്ചേരിയിലാണ് കേട്ടോ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. ഓക്കെ, പരാശക്തി അതിനകത്തേക്ക് എങ്ങനെ ഏത് അറിയില്ല കേട്ടോ. എന്തായാലും ശിവകാർത്തികേയൻ, ജയം രവി, പിന്നെ അഥർവ, ഇവരുടെ പ്രാധാന്യം കഴിഞ്ഞതിന് ശേഷമല്ലേ അതത്ര ഉണ്ടാവുള്ളൂ. അത് ചെയ്യാതിരിക്കാൻ പിന്നെ ഇതിന്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാധനം കിട്ടണം. അതെന്തായാലും അല്ലെങ്കിൽ ഈ 3 ഒന്നായ ഓക്കെ ആയിരുന്നു. പക്ഷെ അതെന്തായാലും ഇനി ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് നടക്കാതിരിക്കുകയാണ് നമുക്ക് നല്ലത്. ഓക്കെ, അടുത്ത കിഴി. രാം ഗോപാൽ വർമ്മ. ആള് ഒരു വലിയ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. നമ്മുടെ അമിതാഭ് ബച്ചനും ഫഹദ് ഫാസിലും നായകന്മാരായിട്ടെത്തും. പ്ലാനിങ് നടക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അടിപൊളി, ഗംഭീരമായിരിക്കും കേട്ടോ. ഫഹദ് ഫാസിൽ ഇപ്പോൾ ബോളിവുഡിൽ ഒരു 1, 2, 3 പടം കമ്മിറ്റ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? കേറി മറിക്കട്ടെ. എവിടെയാണ് മലയാള സിനിമയിലെ നടന്മാരൊക്കെ? ആ റേഞ്ച് ആലോചിച്ചൊക്കെ മാറ്റേ. ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ്
ചെറുതായിട്ടൊരു അവസരം കൊടുത്താണ്ടല്ലോ ഇത് തലങ്ങനെ കയറ്റി വെക്കും. അതാണ് പണ്ടുള്ള ആൾക്കാർ പറയായിരുന്നു എവിടെ പോയാലും മലയാളികള് ഉണ്ടാവും, അത് പിടിച്ചു കയറും. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അവിടെ അങ്ങോട്ട് കയറിപ്പോവും. ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും ഹിന്ദിയിലാണെങ്കിൽ ഒരു ചാൻസ് കൊടുത്താൽ മതി, പിന്നെ ഒരു രക്ഷയില്ല. അടുത്തത് കൂടുതലും സംവിധാനം ചെയ്യുന്നതും കൂടുതലും മലയാളികൾ പല ഇൻഡസ്ട്രിയിലും പോയിട്ട് ചെയ്യുന്നുണ്ട്. സ്പിരിറ്റ് സിനിമയുടെ ഷൂട്ട് മെയ്യിൽ തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. 2025 മെയ്. സന്ദീപ് റെഡ്ഡി വാങ്ക പ്രഭാസും പൊളി വരട്ടെ, 1.5 പൊളി. അതിന് ഡോൺലി ഉണ്ട് കേട്ടോ. ഡോൺലി അത് ശരിയാട്ടോ, ഡോൺലി ഉണ്ട് കേട്ടോ. ഡോൺലി ഉണ്ട്. ഇത് കമ്പനിയിൽ കൊടുക്കും. ഡോൺലി കൺഫേം. ഡോൺലി ഉണ്ട് അങ്ങനെ കൊടുക്കാം അല്ലേ? ഡോൺലി ഉണ്ട്, അത് മതി. എന്താണെങ്കിലും തെറിവിളി കേൾക്കാനുള്ള കുഴപ്പമില്ല, എങ്ങനെ കൊടുത്താലും കേൾക്കണം. സത്യല്ലേ? സ്പിരിറ്റ് സത്യം. സ്പിരിറ്റ് ആണേ സത്യം. ആ സ്പിരിറ്റ് ഉണ്ടല്ല, പറയുന്നവന്റെ സ്പിരിറ്റ് ഉണ്ടല്ലേ. ഓക്കെ, അടുത്തത് രവി ദുൽഖർ മൂവി. ദുൽഖർ സൽമാൻ നായകനാവുന്ന ഒരു തെലുങ്ക് മൂവി വരാനുണ്ട്. കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നേ ഉള്ളൂ. സിനിമയിൽ നായിക പൂജ ഹെഗ്ഡെയാണ്. ഓക്കെ, അതിൽ നമ്മുടെ ഒരു ന്യൂ സെൻസേഷൻ ചോക്ലേറ്റ് ബോയ് നാഗശൗര്യ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് റൂമർ. ഓക്കെ ഇപ്പൊ 2-1 അല്ലേ? ഇപ്പൊ 2-1 അല്ലേ? ദിലീപ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് തമിഴ് മൂവി. എവിടെയെങ്കിലൊക്കെ ഒന്ന് എത്തിക്കാൻ വേണ്ടി. എന്താണെങ്കിലും ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ കീഴിൽ ദിലീപിന്റെ ഒരു സിനിമ വരുന്നു. അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴൊന്നും ഇല്ലേ? ആദ്യത്തേലങ്ങ് നിന്നുപോയോ? ഓക്കെ, കിട്ടി. ലോകേഷ് കനകരാജ് ധനുഷ് മൂവി. ലോകേഷ് നമ്മുടെ ധനുഷിനെ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. 3-1 വെറൈറ്റി ആണേ. അതായത് നോ ഡ്രഗ്സ് നോ വയലൻസ്, പക്ക റൊമാൻറ്റിക് ഫിലിം ആയിരിക്കും. എങ്ങനെയുണ്ട്? അപ്പൊ എന്തായാലും ഒരു കാര്യമുണ്ട്, കയറൊന്നും കൊണ്ടുപോയിട്ടേ LCU കുറ്റിയിൽ കെട്ടൂല. അതാണ്, അത് തന്നെ ആകെയുള്ള ഒരു ഭയങ്കര ഒരു കാര്യം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആ ഒരു സംഭവത്തിലേക്ക്. എന്തായാലും ലോകേഷിന്റെ ഭാഗത്തുനിന്ന് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. സാധാരണ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. അതുകൊണ്ട് ഇനി ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുപോയി തട്ടുവോ അത് പറയാൻ പറ്റില്ല കേട്ടോ. ലവ് സ്റ്റോറി ആയതുകൊണ്ട് ഒരുമിക്കാൻ ഞാൻ അനുവദിക്കൂല. ഹാപ്പി എൻഡിങ് ഇല്ല അത്. സജിൻ ഗോപു നെക്സ്റ്റ് മൂവി. സുജിത് ആർ അയ്യോ പേര് മറന്നു. അത് തന്നെ, സംഗീത് പി രാജൻ, പാൽത്തു ജാൻവറിന്റെ ഡയറക്ടർ. ആളുടെ സിനിമയാണ് നെക്സ്റ്റ് സജിൻ ഗോപു ചെയ്യാൻ പോണത്. പാൽത്തു ജാൻവർ അങ്ങനെ ഒരു സിനിമയായിരുന്നു. എന്തായാലും പൊട്ടൻഷ്യൽ ഉള്ള സംഭവം. ഇപ്പൊ സജിൻ ഗോപു എത്ര സിനിമയിലല്ലേ നായകൻ. ഇപ്പൊ പൊന്മാനില് അത്യാവശ്യം നല്ല കീടിലെ റോള്, ഒരു റോളാ. അപ്പൊ എന്തായാലും തകർക്കാനുള്ള പ്ലാൻ തന്നെയാണ്. തകർക്കട്ടെ. ഇപ്പോ കിട്ടാതാവോ? പലതും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആവശ്യം വരുന്ന സമയത്ത് ആളെ കിട്ടൂലേ, അതാണ് പ്രശ്നം. ഓക്കെ, അടുത്ത കിഴി മാർക്കോ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 14 സോണി ലൈവില് സ്ട്രീമിംഗ് തുടങ്ങും. ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചായിരുന്നു കേട്ടോ, അതിന്റെ ഡേറ്റ് വല്ലതും അറിയുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. സംഭവം കൺഫേം ആയിട്ടുണ്ട് ഒഫീഷ്യലി. അവർ തന്നെ യെസ്. അടുത്തത് ഇന്നലെയാണ് ഇതിന്റെ കന്നഡ റിലീസ് അല്ലേ? അതെ, ഇന്നലെ 31 കന്നഡ റിലീസ്. എന്താണാവോ അഭിപ്രായം? അടുത്തത് VD12 സിനിമയുടെ ടൈറ്റില് ഫെബ്രുവരി 7 പുറത്തു വരും എന്നാണ് കേൾക്കുന്നത്. ടൈറ്റിൽ സാമ്രാജ്യം എന്നായിരിക്കും എന്ന റൂമർ ഉണ്ട് കേട്ടോ. ഒഫീഷ്യൽ അല്ല, അറിയില്ല, ചിലപ്പോ സത്യം ആയേക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലുക്കും 7 വരും. അപ്പോൾ സാമ്രാജ്യം പൊളിക്കട്ടെ. നമ്മുടെ സാമ്രാജ്യം കൂടി ഒന്നും കൂടി ശക്തമാവും. സത്യമായാൽ സാമ്രാജ്യം പൊളിയാതിരുന്നാ മതി. അയ്യോ എഴുതിക്കല്ലേ. ഒന്നുകൂടെ ഉണ്ടേ, തീർന്നിട്ടില്ല രാമാ, ഒന്നുകൂടെ ഉണ്ട് ബാക്കി. തഗ് ലൈഫ് സിനിമയുടെ റിലീസ് ഡേറ്റ്, അതായത് നമ്മുടെ കമൽഹാസൻ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൻപറിവിൻ്റെ സിനിമയുടെ എന്തോ ഒരു സംഭവം, ഒരു ടെക്നിക്കലി എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ആള് തഗ് ലൈഫിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ജൂൺ 5 അല്ലേ സിനിമ റിലീസിനെത്തുന്നുള്ളത്. ജൂൺ മാസം എത്തുന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഡേറ്റ് ഒന്നും അറിയില്ലായിരുന്നു. കമലഹാസൻ തന്നെ പറയുന്നത് 5 ജൂൺ 5. എന്തായാലും വരട്ടെ. എന്താണ് അറിഞ്ഞൂടാ, സമയം ശരിയല്ല എൻ്റെ. കൊറേ ദിവസമായി. ഞാൻ ആൾറെഡി പറഞ്ഞു 2025 അത് ജനുവരി എന്റെയും ശരിയാണല്ലോ. ഇതിപ്പോ ജനുവരി മാസം മാത്രം അങ്ങനെ ഉണ്ടാവുള്ളൂ. ജനുവരി കഴിഞ്ഞത് ഫെബ്രുവരി ആയല്ലോ. ഫെബ്രുവരി അത് ഫസ്റ്റ് ദിവസം തന്നെ വീണ്ടും പരാജയം. ഞാൻ അന്നേ പറഞ്ഞതാ. അല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഒരു 2025 മിഡോടെയൊക്കെ ഒരു പോക്കുണ്ടാവും. പിന്നീട് മിഡ് വരെ ഉറപ്പിച്ച് അതിനുശേഷം ഒരു പോക്കുണ്ടാവും, ഒരു കത്തിക്കയറ്റം. പിന്നെ നിക്കാനുള്ള സമയം ഉണ്ടാവില്ല. തോൽക്കാൻ പഠിക്കണം. ഇല്ല, അപ്പോഴേ ജയത്തിന്റെ മാധുരി അറിയുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ഇത് എങ്ങോട്ട് നോക്കാം. തോറ്റ് തുന്നം പാടുകയാണ്. നീ എന്തായാലും റഫൂന്റെ അത്ര തോറ്റിട്ടില്ലല്ലോ. ഞാൻ തോറ്റത്രയൊന്നും 2024 എടുത്ത് നോക്ക്, തെളിവായിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചില്ല. ഞാനത് കണ്ടന്റ് ആക്കി, അതിലൂടെ ഞാൻ എന്ത് ചെയ്ത് ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അപ്പൊ തോൽവി കൊണ്ട് നമുക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റും. അതൊരു സത്യം. സഹതാപം എന്ന് പറഞ്ഞൊരു സാധനം വരും. പാവ ഈ ചെങ്ങയ്ക്ക് ഇത് തന്നെയുള്ളല്ലോ പണിയുന്നത്. അതെ, എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.